Hello. Good afternoon. Hello. Yes, ma'am. Yes, ma'am. Yes. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, അപ്പൊ നമ്മള് ട്രാൻസ്പോർട്ട് പേഷ്യന്റിന്റെ എടുത്തോട്ടം നിങ്ങൾ നോക്കിയായിരുന്നോ? സാറ്റർഡേ സൺഡേ ഒക്കെ കിട്ടിയപ്പോ നമ്മള് ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു. തീർക്കാനുണ്ട്, അറിയാം. നമുക്ക് അതൊന്ന് ക്ലാസ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് ലാസ്റ്റ് ടൈം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയല്ലോ ട്രാൻസ്പോർട്ട് പേഷ്യന്റ് വായിച്ചു നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എടുത്തോടത്തോളം വരെ വലിയ കുഴപ്പമില്ലാതെ മനസ്സിലായോ അല്ലേ? തരൂ, എങ്ങനെയാ നിങ്ങള് വായിച്ചിട്ട് മനസ്സിലായോ അല്ലേ? സാധാരണ രീതിയിൽ ഒരു പേഷ്യന്റിനെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത്യാവശ്യം നമ്മൾ കണ്ട എന്താ പറയുക, അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലേ? എനിവേ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളെന്താ ട്രാൻസ്ഫർ വിതിൻ ദ ഫെസിലിറ്റിയില് കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? അതില് എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്? അത്യാവശ്യം വായിച്ചു നോക്കുമ്പോ തന്നെ മനസ്സിലാക്കുന്ന കാരണം കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ബോറടിക്കും അല്ലെ? മിക്കവാറും പേഷ്യന്റ് ഒപ്പം അത് വേണം, പേഷ്യന്റ് ഒപ്പം ഇത് വേണം, എന്താ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വേണം, മെഡിസിൻ വേണം, ബില്ല് വേണം, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. എന്താ നമ്മള് പറഞ്ഞു നിർത്തിയിട്ടെന്ന് പറയുന്നത് എവിടെയാണ്? മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ്, അതെ, മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും വെൽഫെയർ ക്ഷേമം അന്വേഷിച്ചിട്ട് അവർക്ക് വേഗം തന്നെ നിങ്ങൾ ക്ലാസ്സിലേക്ക് എത്തുന്നില്ലേ ട്രാൻസ്പോർട്ട് പേഷ്യന്റ്. അപ്പൊ ഒരു രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങളുടെ മൈൻഡില്. അപ്പോഴാണ് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ഇപ്പോ നമ്മളെ നിലവിൽ നിൽക്കുന്നത് എന്താണ്? ഫിസിക്കലായിട്ട് ഒരു രോഗി ചെല്ലുമ്പോൾ അവിടെ ആ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം, ക്ഷേമത്തിന് ആ രോഗിയെ കുറിച്ച് അന്വേഷിക്കുക. അതിന് ആ രോഗിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചെറുതായിട്ട് എന്തെങ്കിലും തലവേദനയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ പെയിൻ കില്ലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആവശ്യമുണ്ടോ എങ്കിൽ അത് ക്ഷേമം അന്വേഷിച്ചിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. Then next, provide oral report about the patient's condition to the receiving unit nurse. അതായത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കണം അല്ലെ? നമ്മള് മെയിനായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തു. പേഷ്യന്റിനെ പറഞ്ഞയക്കുമ്പോൾ അവിടെ നിന്ന് ഏത് സ്ഥലത്താണ് ശുശ്രൂഷിച്ചത് അവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളും, പിന്നെ വീണ്ടും റിസീവ് ചെയ്യുന്ന യൂണിറ്റിലും അവരും കുറെ കാര്യങ്ങൾ ചെയ്യണം. അവര് കൃത്യമായിട്ട് റിപ്പോർട്ട് പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അല്ലെ? ഒരു നമുക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് മാത്രമല്ല, നമ്മൾ ഓറലി ഈ പേഷ്യന്റ് എങ്ങനെയാണ് നിലവിലെ മെഡിസിൻ ഒക്കെ കുഴപ്പമില്ലാതെ സ്വീകരിക്കുന്നതാണോ, ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് ഓറലി അവരോട് ഡിസ്കസ് ചെയ്യണം. Then make it sure that all documentation including care plan is completed. എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് എന്താ പറയുക നമ്മുടെ കയ്യിൽ റിസീവ് ചെയ്യുന്ന വ്യക്തിയുടെ ആ അസിസ്റ്റന്റിന്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് ഷുവർ ഉറപ്പുവരുത്തണം. Then assist the patient's arrival to the new unit. ഇത് നമുക്ക് വായിച്ചു പോയാൽ മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങളാണ്, താഴേക്ക് വരുന്ന കാര്യങ്ങളാണ് ഇച്ചിരി ഡീപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പോകും. മിക്കവാറും എന്റെ ക്ലാസ് അങ്ങനെയാണല്ലോ, ഞാൻ ഒന്നെടുക്കും പിന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്ത് തരും, പിന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും. അങ്ങനെയാണല്ലോ പൊതുവെ നമ്മുടെ ക്ലാസ് മൂവ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്. നോക്കാം. മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് എവിടെ വരെ നമ്മൾ പറഞ്ഞത് ഇന്നെടുത്ത ഭാഗം ഒന്നുകൂടി ഞാൻ പറയും പോകാം. എന്താണ്? പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. റിസീവിംഗ് യൂണിറ്റ് ചെയ്യുന്ന നഴ്സിനോട് ഓറലി നമ്മള്
എന്താ പറയാ, എപ്പോഴും റെക്കോർഡിക്കലി എല്ലാം നമ്മൾ നേരിട്ട് തന്നെ സംസാരിച്ച് ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ മനസ്സിലാക്കി കൊടുക്കണം. Make it sure that all documentation including care plan is completed. ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ കൈവശം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Then assist the patient's arrival to the new unit. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് പുതിയ യൂണിറ്റിലേക്ക് വന്നിരിക്കുന്ന പേഷ്യന്റിന്റെ ടൈം അല്ലെ, വന്നിരിക്കുന്ന ടൈം നമ്മൾ നോട്ട് ചെയ്യണം. Then transport the patients to a new room and assist the transferring to bed. ഈ എന്താ പറയുന്നത്, പുതിയ പേഷ്യൻസിൽ വരുമ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു റൂമിൽ നിന്ന് നമ്മളെ വെക്കേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തായി ഓട്ടോമാറ്റിക്കലി ആ റൂമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഇരിക്കുന്ന നഴ്സ് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്, നിങ്ങളുടെ കൈവശം എന്തൊക്കെയുണ്ട്, എന്തൊക്കെ മെഡിസിൻസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യില്ലേ. അത് തന്നെ ഇവിടെ പറയുന്നത്. ട്രാൻസ്പോർട്ട് ദ പേഷ്യൻസ് ന്യൂ റൂം, പുതിയ റൂമിലേക്ക് നമ്മൾ എത്തുന്നത് എന്ത് ചെയ്യും, അവിടെ ആ ബെഡിലേക്ക് നമ്മൾ ആ പേഷ്യന്റ് ഏത് ബെഡിലേക്കാണോ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ സ്ട്രക്ചറിലോ വീൽചെയറിലൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ബെഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽസ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അതേപോലെ തന്നെ ആ നഴ്സ് അല്ലെ കൊണ്ടുവരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ആവുമ്പോൾ അവിടെ നിന്നും ഈ വ്യക്തിയെ കൊണ്ടുവരാനായിട്ട് ഒരു നഴ്സ് അക്കമ്പനി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവര് അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം റിസീവിംഗ് സിസ്റ്റംസിന് കൈമാറും. ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഇസ് സിമിലർ ടു ദാറ്റ് അഡ്മിഷൻ പ്രൊസീജിയർ. അതായത് ഒരു പുതിയ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ തന്നെയാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ. ഇപ്പോ ഇൻ കേസ് അത് ജനറൽ വാർഡിൽ നിന്ന് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്താലും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. Then clean the unit where patient is admitted and keep ready for the next patient after transfer. നമുക്കറിയാം, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോലും എന്താ സംഭവിക്കാറ്, അവരത് നമ്മൾ പോകുന്നതോടൊപ്പം ചിലപ്പോഴെങ്കിൽ പോണേക്ക് മുമ്പേ തന്നെ അവിടെ ക്ലീൻ ചെയ്ത് അടുത്ത പേഷ്യന്റ് വരവേൽക്കാനായിട്ട് അവർ റെഡി ആക്കി കിട്ടുന്നു. അപ്പൊ അത് തന്നെയാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ക്ലീൻ ദ യൂണിറ്റ് വെയർ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ആൻഡ് കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറിന് ശേഷം അത് റെഡിയാക്കി നെക്സ്റ്റ് പേഷ്യന്റിന് വേണ്ടി റെഡിയാക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ പറയുക, വായിച്ചാൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? വീട് കൂടിപ്പോയൊന്നുമില്ലല്ലോ. നമുക്ക് കവർ ചെയ്യാനില്ല, നിങ്ങൾക്കറിയാം 2 ക്ലാസ് ഒക്കെ മിസ്സായിട്ടാണ്. നമുക്ക് അതൊന്ന് എന്താ പറയാ, ഇത് എടുക്കാം. കാരണം ചില പോർഷൻസ് ഒക്കെ വളരെ സ്പീഡിൽ എടുത്താൽ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീഡിൽ എടുക്കാനും മനസ്സിലാവുന്ന ഒരു ടേമാണ്. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ ഞാൻ. Okay, then equipments. Okay, equipment necessary for the transfer of a patient. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആവശ്യമായി വരുമെന്ന് പറയുന്നത്. വീൽ ചെയർ ഓർ സ്ട്രക്ചർ. നമുക്കറിയാം, ഒരു വയ്യാതെ അല്ലെ, നമുക്ക് നടന്നു പോകാനായിട്ട് സാധ്യതയില്ലാത്ത പേഷ്യന്റിന് നമ്മൾ ഹെൽപ്പ് കൊടുക്കണം. അപ്പൊ അവർക്ക് ചിലപ്പോൾ വീൽ ചെയർ യൂസ് ചെയ്യേണ്ട വരും. അതെല്ലാം കിടത്തി കൊണ്ടുപോകുന്ന രോഗികളാണെങ്കിൽ സ്ട്രക്ചർ യൂസ് ചെയ്യാം. Then identifications, labels. Identification എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്കാനോ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതുമായി ഐഡന്റിഫൈ ചെയ്ത് അവരെന്തെങ്കിലും ലേബലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ലേബലോട് കൂടിയിട്ടായിരിക്കണം നെക്സ്റ്റ് പ്ലേസിൽ ചെയ്തിരിക്കുമ്പോഴും ആ ലേബലോട് കൂടി പോകണം. കാരണം അവർക്ക് അറിയാൻ പറ്റും ഈ ലേബൽ ചെയ്ത് മാർക്കറ്റ് ചെയ്തേക്കുന്ന അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതല്ല നമുക്കറിയണ്ടേ, ഇപ്പൊ ഈ കൊച്ചു കുട്ടികളെ പോലും പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവര് കളയുള്ളൂ. കാരണം ആ ലേബിള് അവർക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊക്കെ എന്താ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവര് കൊണ്ടുപോകണം. പിന്നെ പേഷ്യൻസ് ബിലോങ്ങിങ്സ്, പേഷ്യൻസിന്റെ ഒപ്പം എന്തൊക്കെയുണ്ടോ അതെല്ലാം അവര് പേഷ്യന്റ് ഹാൻഡിൽ ചെയ്യുന്നതും എപ്പോഴും യൂസർ ചെയ്യുന്നതുമായി ചിലപ്പോൾ ഇൻഹേലിയറും ചിലപ്പോൾ ചില പേഷ്യൻസ് അല്ലെ എന്താ പറയുക അവരുടെ BP അതിന് എന്താ പ്രഷർ എന്തെങ്കിലുമൊക്കെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം പേഷ്യൻസിനോടൊപ്പം കൊണ്ടുപോകണം. എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ്സ് ആൻഡ് ഫയൽസ്. എക്സ്റേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്താണോ ആ പേഷ്യന്റിന് അവിടെ ചെന്നപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ആ പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു, എന്തെല്ലാം സ്കാനോ എന്താണെങ്കിലും അതെല്ലാം എന്താണ് നെക്സ്റ്റ് പ്ലേസിലേക്കും കൊണ്ടുപോകണം.
പേഷ്യൻസ് റെക്കോർഡ്സ് ആൻഡ് ഫയൽസും അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കി വെക്കാം. പിന്നെ കാർഡിയക് മോണിറ്ററിങ് ഇൻ കേസ് ചിലപ്പോ മോണിറ്റർ ചെയ്തിട്ടായിരിക്കും ഓരോ മെഡിസിൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മോണിറ്ററിങ് ഇതുകളുണ്ട്, ആ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് രോഗിയോടൊപ്പം ഉണ്ടെങ്കിൽ അതുകൂടെ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് എന്തൊക്കെയാണോ ആ രോഗിക്ക് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊണ്ടുപോകണം. അപ്പൊ ഇൻ കേസ് അതനുസരിച്ചായിരിക്കണം വെക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ എടുക്കുന്ന മോണിറ്ററി അതിന്റെ ആ വാച്ചും കൂടി നോക്കിയിട്ടാണ് നെക്സ്റ്റ് അവർ ഡോസുകളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഈ എക്യുപ്മെന്റ്സുകളെല്ലാം എന്താണ് നെക്സ്റ്റ് പ്ലേസിലേക്കും ഈ രോഗിയോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റൻഡ് കെയർ ഫെസിലിറ്റി. എന്താണ് അത്? സാധാരണ നമ്മൾ ഒരു ഹോസ്പിറ്റലിന് അകത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ കൂടുതൽ എന്താ പറയുന്നത്? എക്സ്റ്റൻഡ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ കെയർ ആവശ്യമുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥാപനങ്ങളിലേക്ക് രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. Make sure that the patient's physician has written the transfer order on his chart and has completed the special transfer form. നമുക്കറിയാം ഒരു സാധാരണ രീതിയിൽ നിർദ്ദേശിക്കും അല്ലെ, ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. ഇൻ കേസ് ചിലപ്പോൾ റിലേറ്റീവ്സിന്റെ റിക്വസ്റ്റ് കൊണ്ടാവാം, എന്തായിക്കോട്ടെ ഈ രോഗിയെ കൊണ്ടുപോകുമ്പോൾ കൂടുതൽ ചികിത്സ കിട്ടണം എന്നുള്ള മൈൻഡോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഫിസിഷ്യൻ ഇതുവരെയും ചികിത്സിച്ചുകൊണ്ടിരുന്ന ഫിസിഷ്യന്റെ റിട്ടേൺ ആയിട്ടുള്ള ഒരു ഫോം അല്ലെ, ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഫോം എന്താണ് രോഗിയിൽ ഇത്രയൊക്കെ ചികിത്സകളൊക്കെ നടത്തി എന്നുള്ള രേഖപ്പെടുത്തുന്ന ഒരു ഫോം മസ്റ്റായിട്ടും മേടിച്ചിരിക്കണം. ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, drug regimen and special care instructions such as diet and physiotherapy. അതായത് ഈ ഫോമിൽ എന്തൊക്കെയാണ് രോഗിയുടെ ഇതുവരെ ആ ഡോക്ടർ എന്താണ് രോഗം കണ്ടുപിടിച്ചല്ലേ, രോഗനിർണയവുമായി ബന്ധപ്പെട്ട സമ്മറി, ഡ്രഗ് റെജിമെൻ എന്തൊക്കെ മെഡിസിൻസ് എന്തൊക്കെയാണ് അവർ യൂസ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, അതിന്റെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് എന്തെല്ലാം ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കൂടുതൽ ഇന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം, ഈ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് ഇല്ല എന്നൊക്കെ ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ സ്പെഷ്യൽ കെയറുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് സച്ച് ആസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ അല്ലെ, അതിനോടൊപ്പം തന്നെ ഈ ഭക്ഷണക്രമത്തിൽ നമുക്കറിയാം ചില നിർദ്ദേശങ്ങളെല്ലാം ഡോക്ടേഴ്സ് പേഷ്യൻസിന് കൊടുക്കും. ഇന്ന ഫുഡ് കഴിക്കാവോ, ഇന്നത് കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഡയറ്റ് അല്ലെ. ഭക്ഷണക്രമത്തിൽ കുറെ കാര്യമുണ്ട്. ചിലപ്പോ ഫിസിയോതെറാപ്പിയുമായി നിലവിലെ ഇന്ന ഫിസിയോതെറാപ്പികളൊക്കെ ആ വ്യക്തി ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ ഈ ഫിസിഷ്യന്റെ റിട്ടേൺ ലെറ്ററിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു ഫെസിലിറ്റി കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഇത് പറയുന്നത്. റെജിമെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് രോഗവുമായി ബന്ധപ്പെട്ട ഈ വ്യക്തി എന്തൊക്കെയാണ് മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി മെഡിസിൻ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഡ്രഗ് റെജിമെൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ വീണ്ടും നിർദ്ദിഷ്ട ജീവിതമാണെന്നാണ് പറയുന്നത്. കൃത്യമായ ഒരു മീനിങ് പറയുമ്പോൾ നിർദ്ദിഷ്ട ചികിത്സാ രീതിയിൽ ഇപ്പോ നിശ്ചയിച്ചിരിക്കുന്ന ചികിത്സാ രീതിയിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ അത് മെഡിസിൻ ആവാം എന്താണെങ്കിലും ആവാം, അതൊക്കെ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഡോക്ടേഴ്സ് ഒരു കൃത്യമായ ഒരു ഫോളോ അപ്പ് എടുക്കണമല്ലോ മറ്റു ഡോക്ടറിന്. അപ്പൊ ഈ ഡോക്ടർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Then next point എന്ന് പറയുന്നത് complete the nursing summary. Okay, complete the nursing summary that includes the patient's assessment, progress, needed nursing treatments and special needs to make sure the continuity of care. ഇതേമാതിരി തന്നെ ഇപ്പൊ നമ്മള് ഡോക്ടറിന്റെ ഒരു സമ്മറി കണ്ടോ, നമുക്കറിയാം ഡോക്ടേഴ്സ് മാത്രമല്ല അവിടെ ചികിത്സിച്ചോടെ നമുക്കറിയാം നഴ്സുമാരും അവർ കുറെ റെക്കോർഡ്സ് ഒക്കെ കൃത്യമായി എന്തൊക്കെയാണ് കൊടുത്ത മെഡിസിൻസ് ഒക്കെ എന്തൊക്കെ കൊടുത്ത് ഇൻജക്ട് ചെയ്തു, ഇത്രയും ഇതൊക്കെ കൊടുത്തു, ഇത്രയും ട്രിപ്പ് എടുത്തു, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഇവരും നഴ്സുമാരുടെ സമ്മറി എഴുതണം. അപ്പൊ അതാണ് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ്സ് പേഷ്യൻസ് അസസ്മെന്റ്, എന്തൊക്കെയാണ് പേഷ്യൻസിൽ നിന്ന് മനസ്സിലാക്കിയത്, പ്രോഗ്രസ് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, അതിന്റെ സ്പെഷ്യൽ നീഡ്സ് എന്തെങ്കിലും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് ഈ വ്യക്തിക്ക് കെയർ കൊടുക്കേണ്ടതുണ്ടോ, എന്താണ് ടു മേക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് കൂടുതൽ, അതായത് നമ്മള് രോഗിയെ കൂടുതൽ വീണ്ടും ചികിത്സ കൊടുത്ത് പൂർണ്ണമായിട്ട് ഭേദമാക്കാനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താനായിട്ടാണ് ഇവര് നഴ്സിംഗ് സമ്മറിയും ഇതിൽ പ്രതിപാദിക്കുന്നത്. അതിലുള്ള കാര്യങ്ങളാണ് അതിലും പ്രതിപാദിക്കുന്നത്.
സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായാലും ഹോസ്പിറ്റൽ ബില്ലൊക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരും. Then retain one copy of the transfer form and the nursing summary with the patient's chart and pass on the other copy to the receiving facility. അതായത് ഒരു കോപ്പി ഈ വ്യക്തിയെ പേഷ്യന്റിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ആ പ്ലേസിൽ അവർ കീപ്പ് ചെയ്യും. അതർ കോപ്പി എന്താണ് റിസീവ് കൊടുത്ത് എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അവർ ചെല്ലുമ്പോൾ അവിടേക്ക് കണ്ടിന്യൂവേഷന് വേണ്ടിയിട്ട് റിസീവിംഗ് ഫെസിലിറ്റി അവിടെ എവിടെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കോപ്പിയും കൊടുത്തിരിക്കണം. അതായത് ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളുടെയും ഡീറ്റെയിൽസ് അടങ്ങിയ കോപ്പികള് ഒരെണ്ണം ഈ ചാർട്ടിനോടൊപ്പം ഏത് രോഗിയാണോ ചികിത്സിച്ചത് എവിടെയാണോ ആ ചാർട്ടിനോടൊപ്പം നെക്സ്റ്റ് എന്ന് പറയുന്ന റിസീവിംഗ് ഫെസിലിറ്റിക്ക് എവിടെയാണോ കൊണ്ടുപോകുന്നത് അവർക്കും ആവശ്യമായിട്ട് ഒരു കോപ്പി യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? വേറെല്ലേ? ഇതെല്ലാം നമ്മൾ ദിനചര്യമായ ഹോസ്പിറ്റൽ വാസത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. ദെൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. എന്താണ് പ്രധാനമായിട്ടുള്ള എലമെന്റ്സ്? ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്? രോഗം ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞാൽ എന്താ? മൂർധന്യാവസ്ഥയിലാണ് അല്ലെ? അത്തരത്തിലുള്ള വ്യക്തികളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെല്ലാം എലമെന്റ്സ് നമ്മൾ നോക്കണം. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം അതായത് ഒരു ഡിസിഷൻ എടുക്കണം, എല്ലാവരും തീരുമാനം എടുക്കണം അല്ലെ? ഒരു ഈ വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യണോ, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഐസിയുലേക്ക് ഇവിടെ തന്നെയുള്ള ഹോസ്പിറ്റൽ ഐസിയുലേക്ക് കൊണ്ടുപോകണം. ഒരു ഡിസിഷൻ എടുക്കണം, തീരുമാനം എടുക്കണം. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്താ പറയേണ്ടത്? ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ്. Vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives. അതായത് എന്താണ് പറയുന്നത്? ഈ രോഗി നമ്മൾ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഈ രോഗി ഇപ്പൊ ഇവിടെ നിലവിലുള്ള സാഹചര്യത്തില് ചികിത്സിച്ച ഈ രോഗി ദുർബലാവസ്ഥയിൽ, അതായത് ക്ഷയിച്ചു വരും. അതാണ് vulnerability എന്ന് പറയുന്നത്. വളറബിലിറ്റി എന്ന് പറയുന്നത് ദുർബലാവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ്പോഷർ ഓഫ് ദ പേഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യന്റുമായി അടുപ്പത്തിലായിരിക്കുന്ന ഡോക്ടറിന് അറിയാൻ പറ്റും ഈ രോഗിയെ ചികിത്സിച്ച ഇവിടത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ചികിത്സിച്ച ഇദ്ദേഹം ഡൗൺ ആയി പോവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഡിസിഷൻ എന്നുള്ള തീരുമാനം പേഷ്യന്റിനെ കുറിച്ച് അറിയാവുന്നതായിരിക്കാം, പേഷ്യന്റിനെ ചികിത്സിക്കുന്ന വ്യക്തിക്കാം. അടുത്ത സ്റ്റാഫ് ടു എക്സ്ട്രാ റിസ്ക്. അപ്പൊ അവര് എന്താ പറയാ, അതിപ്പോ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നമുക്കറിയാം ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അവരായിരിക്കും എന്താ നമ്മളുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇത്രയും പറ്റുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇങ്ങനെയുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് റിലേറ്റീവിനോട് പങ്കുവെക്കുക. അതാണ് പറയുന്നത്. അഥവാ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇതെന്ന് പറയുന്ന ഒരു എക്സ്ട്രാ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ പേഷ്യന്റിനെ കൊടുക്കാൻ കെയർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്ട്രാ എക്സ്പെൻസ് കൂടിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമില്ല. നിങ്ങൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അത് ബെറ്റർ കണ്ടീഷൻ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ്. vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. Okay, the next the decision to transfer the patient is decided by a senior consultant level doctor by way of a discussion with the patient's relatives about the benefits and the risks involved. അപ്പോ എന്താ പറയുന്നത്, അതിന്റെ സീനിയർ കൺസൾട്ടന്റിനോട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ്. അപ്പൊ എന്താ പറയാ, സീനിയർ കൺസൾട്ടൻസ് വന്ന് നമ്മളോട്, അതായത് മെയിൻ ഡോക്ടർ അല്ലെ, മെയിൻ ആ ഡോക്ടർ വന്നിട്ട് നമ്മളുടെ ആ പേഷ്യന്റ് റിലേറ്റീവിനോട് ഡിസ്കഷൻ ചെയ്യുന്നു. എന്താ പറയാ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചികിത്സിച്ച ഇന്ന ബെനിഫിറ്റ്സ് കിട്ടും, ഇത്തരം റിസ്കുകളൊക്കെ ഉണ്ട്, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ ആവുമ്പോൾ ഇന്ന ആംബുലൻസിൽ കൊണ്ടുപോകണം, ഇത്ര സൗകര്യത്തോടുകൂടി കൊണ്ടുപോകണം. ഇപ്പൊ ബൈ ചാൻസുകളും പറയാനായിട്ട് അവരെ സാധ്യതയാണ്. അപ്പൊ അത്തരത്തിലുള്ള റിസ്കുകളും കാര്യങ്ങളും പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അറിയിക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് അടുത്ത് എന്ന് പറയുന്നത്.
അപ്പൊ ഡിസിഷൻ എടുക്കണം, തീരുമാനം എടുക്കണം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുന്നത്, അവരുടെ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, റിസ്ക് ആണോ എക്സ്ട്രാ നമ്മൾ വെറുതെ ആണോ എന്നൊക്കെയുള്ള ഒരു തീരുമാനമാണ് ആദ്യം പറയുന്നത്. നെക്സ്റ്റ് ഇതുമായി മുന്നോട്ട് പോകുമ്പോഴാണ് എന്താണ് ഡിസിഷൻ നമ്മുടെ സീനിയർ കൺസൾട്ടന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീണ്ടും എന്താ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തും. അങ്ങനെ വരുമ്പോൾ എന്താ, റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ്സ് along with the reason to transfer is compulsory before the transfer. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിൽ അങ്ങോട്ട് എത്തുകയാണ്. ഇൻ കേസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് തീരുമാനിക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കൺസെന്റ് ഫോം, അത് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഒരു സമ്മതപത്രം. കൺസെന്റ് ഫോം എന്ന് പറയുന്നത് ഒരു സമ്മതപത്രം. ഇൻഫോംഡ് കൺസെന്റ് ഫോം എന്നൊക്കെ പറയുന്നത് നമ്മൾ എഴുതി രേഖാമൂലമുള്ള സമ്മതപത്രം ബിഫോർ ട്രാൻസ്ഫറിന് മുമ്പ് കമ്പൽസറി ആയിട്ട് ഹോസ്പിറ്റലുകാരെ നേടിയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ബൈ sharing of a complete information on the patient's clinical condition, treatment being given, reasons for the transfer, method of a transfer, and the timeline of a transfer in a written document. അതായത് ഇതിൽ ഈ ഡോക്യുമെന്റിൽ അടുത്തതായിട്ട് എന്താ പറയാ, ഒരു റിട്ടൺ ഡോക്യുമെന്റ്. ഒരു പേഷ്യന്റിന് ഫിസിയോതെറാപ്പി ചെയ്യുന്നത് വായിച്ചു തീർന്നില്ല, ഈ പോയിന്റുമായി കണക്ട് ചെയ്ത് ചോദിച്ചതാണോ, ഞാൻ പഠിപ്പിക്കുന്ന പോയിന്റുമായി കണക്ട് ചെയ്ത് ചോദിച്ചതാണോ അറിയില്ല. എനിവേ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ബൈ ഷെയറിംഗ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. അതായത് ക്ലിനിക്കലായിട്ട് എന്തൊക്കെ ചികിത്സാ സമ്പ്രദായങ്ങളാണ് നിലവിൽ വ്യക്തിക്ക് കൊടുത്തത്, ട്രീറ്റ്മെന്റ് ബീയിങ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് എന്താണ്, ചികിത്സാ സമ്പ്രദായം എന്തായിരുന്നു കൊടുത്തത്, റീസൺ ഫോർ ട്രാൻസ്ഫർ, എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ എന്താണ് നമുക്കറിയാം, എയർ ട്രാൻസ്പോർട്ട് ആണോ ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ, അതിന്റെ ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ, ഏത് സമയത്താണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇനി റിട്ടേൺ ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിൽ അല്ലെ എഴുതി തയ്യാറാക്കുന്ന ഡോക്യുമെന്റില് ഇത്തരം കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കണം. എന്താ, ട്രാൻസ്ഫറിന് മുമ്പ് നമ്മളൊരു ട്രാൻസ്ഫർ എന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്, ക്രിട്ടിക്കൽ കെയറിലാണെങ്കിൽ നമ്മളൊരു ട്രാൻസ്ഫർ എടുക്കും അല്ലെ, എവിടേക്കാണെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ എടുക്കും. അപ്പൊ അതിനു മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടത്. ആദ്യം തന്നെ അവരായിട്ട് ഡിസ്കഷൻ ചെയ്തു, ഫിസിഷ്യനായിട്ട് ഡിസ്കഷൻ ചെയ്തു, ദെൻ ഒരു കൺസെന്റ് ഫോം ഫിൽ ചെയ്യുന്നു, ദെൻ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണോ? വളരെ അതന്നെ ഞാൻ പറഞ്ഞത്. അതായത് ഈ വ്യക്തിക്ക് വ്യക്തിയെ നിലവിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന വ്യക്തി താഴേക്ക് അല്ലെ, ചികിത്സയിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് വരില്ല, ദുർബലാവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ്. എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയുമായി ബന്ധപ്പെട്ട, വ്യക്തിയുമായിട്ട് അടുപ്പമുള്ളവർക്ക് അത് പറയാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഫിസിഷ്യന് അവരെ പരിചരിക്കുന്ന ഡോക്ടേഴ്സിനാണ് അത് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ റിസ്കുകൾ എന്താണ്, കൂടുതൽ നല്ല സൗകര്യങ്ങളുള്ള സ്ഥലത്ത് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ഈ വ്യക്തിയുമായിട്ട് സമ്പർക്കം, എക്സ്പോഷർ എന്ന് പറയുന്നത് സമ്പർക്കം ഉള്ളതാണ്, പേഷ്യന്റുമായിട്ട് സമ്പർക്കമുള്ള. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഷിഫ്റ്റിംഗ്, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തിയിരിക്കണം, അതിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ നടത്തുക, അതായത് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ റിട്ടൺ ഡോക്യുമെന്റ് നേടിയിരിക്കുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ. ഏതൊക്കെ രീതിയിൽ നമ്മളോട് ഓറലി സംസാരിക്കത്തില്ലേ അവര്, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്, വാഹനത്തിലൂടെയാണോ, എയർ ട്രാൻസ്പോർട്ടാണോ, എന്താണ് എന്തുകൊണ്ടാണത് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസ്ഥ എന്താണെന്നുള്ളത് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മള് അതൊക്കെ ഓറലി സംസാരിക്കുന്നതോടൊപ്പം തന്നെ റിട്ടൺ ആയിട്ട് ഡോക്യുമെന്റിലൂടെ എഴുതി മേടിക്കണം എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ, ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, റീസൺസ് ഫോർ ട്രാൻസ്ഫർ, എന്ത് കാരണത്താലെയാണ് ഈ ട്രാൻസ്ഫർ വരുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് മെത്തേഡ് വഴിയാണ്, ഏത് മാർഗം വഴിയാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആൻഡ് ടൈം ലൈൻസ് ഓഫ് ട്രാൻസ്ഫർ, ഏത് സമയത്താണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുമായി ബന്ധപ്പെട്ട റിട്ടൺ ഡോക്യുമെന്റ്. ഓക്കെ ആണോ? ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. എന്താന്ന് നോക്കാം. പ്രിപ്പറേഷൻ അല്ലെ, പ്രിപ്പറേഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരുക്കങ്ങൾ വേണം അല്ലെ. എന്തിനെയാണ് ഒരുക്കം? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫറുമായി ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം. നിങ്ങളപ്പോ ആക്ച്വലി ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു ക്രിട്ടിക്കൽ കെയറിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന് നിങ്ങൾ അസ്യൂം ചെയ്യാം അല്ലെ, മനസ്സിൽ കൊണ്ടുവരും. അപ്പോഴാണ് ഈ പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. നോക്കാം. പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് പേഷ്യൻസ് ഷുഡ് ബി ഡൺ പ്രയോർ ടു ട്രാൻസ്ഫർ ടു പ്രിവെന്റ് എനി hospital events or a deterioration worsening of the patient's clinical condition. പുതിയ കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ. എനിവേ നമുക്കത് പഠിച്ചെടുക്കാം. എ പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ, നമുക്കൊരു കൃത്യമായ ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് വേണം ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനമെടുക്കാൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ഈ വ്യക്തിക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ ഈ വ്യക്തി ഡൗൺ ആയി പോകാതെ എന്താണ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടുതലും രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ എത്താതെ ഒരു മിനിമം ലെവലിൽ നിർത്താനായിട്ട് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ടു പ്രിവെന്റ് എനി ഹെസിറ്റേൽ ഈവെന്റ്സ്. ഹെസിറ്റേൽ ഈവെന്റ്സ് എന്താ? പെട്ടെന്ന് എന്തെങ്കിലും ഈവെന്റുകൾ, എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു സംഭവങ്ങൾ, ഈവെന്റ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്തിരിക്കണം, മുൻകരുതലുകൾ എടുത്തിരിക്കണം. ഒരു ഡിറ്റോറിയേഷൻ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അർത്ഥം. ക്ഷയിച്ചു പോകുക, ദുർബലപ്പെട്ട താഴ്ന്നു പോകുക, അതായത് വ്യക്തിയുടെ ആരോഗ്യനില താഴ്ന്നു പോകാതെ ഇരിക്കാനുള്ള എന്താണ് പ്രിപ്പറേഷൻസ് എല്ലാം ഇവര് നേടിയിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് രോഗിയുടെ ആ ഒരു ഇപ്പോഴത്തെ നിലവിൽ നിന്ന് രോഗം കൂടാതെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെയാണോ? A proper and clear preparation and equilibrium of a patients should be done prior to transfer to prevent any hesitate events or a deterioration worsening of the patient's clinical condition. നിലവിലുള്ള ആ കണ്ടീഷനിൽ നിന്ന് താഴ്ന്നു പോവാതെ ഒരു മിനിമം അല്ലെ നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ എത്തുന്നവരേക്കും നമുക്ക് ഒരു കണ്ടീഷൻ വേണം അല്ലെ. നമ്മൾ ആംബുലൻസിലൊക്കെ പെട്ടെന്ന് ഓക്സിജൻ സംഭവങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ കൊടുത്ത് ആ വ്യക്തി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് ആ ടൈം ലൈനിനുള്ളില് നമുക്ക് നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരിക്കലും താന്നു പോകരുത്. നിലവിലുള്ള കുറച്ചെങ്കിലും ഒരു അത്ര ടൈമിനുള്ളില് നല്ല ഇമ്പ്രൂവ്മെന്റ് വരുത്താനുള്ള ഫെസിലിറ്റി കിട്ടുന്നവരേക്കും ആ വ്യക്തിയെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. The patient should be properly reviewed and balanced to the maximum extent possible without wasting undue time. ഒരിക്കലും നമുക്കറിയാം നമ്മൾ ടൈം ഒരിക്കലും ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന്റെ ടൈം എന്ന് പറയുന്നത് ഭയങ്കര നിർണായകമാണ് അല്ലെ. ആ വ്യക്തി എത്രയും പെട്ടെന്ന് കറക്റ്റ് പ്രോപ്പർ പ്രൈസിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് കിട്ടുന്ന, ആ വ്യക്തിക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരേക്കും നമ്മൾ കൃത്യതയോട് കൂടിയിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കണം. പേഷ്യന്റ് ഷുഡ് ബി പ്രോപ്പർലി റിവ്യൂഡ് ആൻഡ് ബാലൻസ്ഡ്. അതുകൊണ്ടാണ് അത് ആ ടൈം ലൈൻ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും പറയുന്നത് ഇൻ ദ കോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ പേഷ്യൻസ് എ ബി സി ആൻഡ് ഡി ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിനു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ റിവ്യൂഡ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നുണ്ട് അവിടെ. പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് ആ വേർഡിന്റെ മീനിങ്. കറക്റ്റായിട്ട് നോക്കുക. റിവ്യൂഡ് ആൻഡ് ബാലൻസ് ടു ദ മാക്സിമം എക്സ്റ്റെന്റ് പോസിബിൾ വിത്തൗട്ട് വേസ്റ്റിംഗ് അൺഫുൾ ടൈം. ഒരിക്കലും ആ വ്യക്തിയെ എന്താ പറയാ ഡൗൺ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇൻ ദ കോഴ്സ് ഓഫ് ദ പ്രിപ്പറേഷൻ. അതുകൊണ്ട് ഈ കോഴ്സ് ഈ ഒരു രോഗിയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് എന്ത്? പേഷ്യൻസ് എ ബി സി ആൻഡ് ഡി. ദാറ്റ് ഈസ് എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആൻഡ് ഡിസബിലിറ്റി ഷുഡ് ബി എക്സാമിൻഡ് ആൻഡ് എനി കണക്റ്റഡ് curable problems should be rectified. In this context, the use of a pre-transfer checklist helpful. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എ ബി സി ഡി ഇതെല്ലാം കേൾക്കാത്ത വേർഡ്സ് ഒന്നും പറഞ്ഞ് വിഷമിക്കണ്ട. എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ഒക്കെ കണ്ട പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. അപ്പം
ഇത്തരത്തിലുള്ള രീതിയിൽ ഈ പേഷ്യന്റിനെ നമ്മൾ തരംതിരിച്ച് വെക്കുകയാണ്. ഈ പേഷ്യന്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റ് എ ലെവലിലുള്ളതാണോ, ബി ലെവലിലുള്ള കെയർ ആണോ കൊടുക്കേണ്ടത്, സി ലെവലിലുള്ള കെയർ ആണോ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ എക്സാം ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഒന്നുകൂടെ പറയാം. നമ്മള് പറഞ്ഞു ഇത് എന്താ പറയുന്നത്, ഒരു പ്രിപ്പറേഷൻ ആണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കുറെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ നമ്മളൊരു ഡിസിഷൻ, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മളാണ് ആദ്യത്തെ കീ എലമെന്റിൽ നമ്മൾ പഠിച്ചത് ഡിസിഷൻ എടുക്കുക. ഒരു വ്യക്തിയെ, ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണോ വേണ്ടയോ വേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണോ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കും. അപ്പൊ ആ ഡിസിഷൻ എടുത്തതിന് ശേഷം വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കും. പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ മുൻകരുതലുകൾ എടുക്കാം, അല്ലെ, തയ്യാറെടുപ്പുകൾ എടുക്കാം. അപ്പൊ ആ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നതിന്റെ പ്രധാന കാരണം എന്താണ്, ഈ വ്യക്തിയുടെ ബാലൻസ് നിലവിലുള്ള രോഗാവസ്ഥ നിന്ന് വളരെ പെട്ടെന്ന് ഈ വ്യക്തി താഴേക്ക് ഡൗൺ ആയിട്ട് പോകാതെ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് വ്യക്തിക്ക് കൂടുതൽ പ്രോബ്ലംസ് ഒന്നും ഈവൻസ് ഒന്നും സംഭവിക്കാതിരിക്കാൻ, പെട്ടെന്നുള്ള എക്സിറ്റൽ ഈവൻസ് പെട്ടെന്നുള്ള എന്തെങ്കിലും ഈവന്റുകൾ അല്ലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിക്യൂറേഷൻ വേഴ്സണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ താഴേക്ക് ഡൗൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുത്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ പേഷ്യന്റിനെ എന്താണ് കുറച്ച് ഡിവൈഡ് ചെയ്യണം. ആ വ്യക്തിയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി എ കാറ്റഗറിയിലുള്ളതാണോ, ബി കാറ്റഗറിയിലുള്ളതാണോ, സി കാറ്റഗറിയിലുള്ളതാണോ, ഡി കാറ്റഗറിയിലുള്ളതാണോ എന്ന് തരംതിരിക്കുകയാണ്. എന്താണ് എ ബി സി ഡി എന്നുള്ളത് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണോ? ഒന്നുകൂടി പറയാൻ പറഞ്ഞ് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എ കാറ്റഗറിയിൽ എന്താണ് പറയുന്നത് നോക്കാം. എ എന്ന് പറയുന്ന കാറ്റഗറിയിലെ പേഷ്യൻസിന് എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്നല്ല, ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോ കേസ് എന്താ പറയുക, ട്രാൻസ്പോർട്ട് ചെയ്ത വെഹിക്കിൾ വഴിയാണോ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതല്ല, ഈ വ്യക്തിക്ക് ഇതിൽ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. പേഷ്യൻസ് വിത്ത് possibility of a airway compromise in the course of a transfer should be electively intubated with the endotracheal tube with a cuff which should be fixed properly after verifying the extra position. അതായത് ചില വ്യക്തികൾക്ക് നമുക്കറിയാം, ശ്വാസതടസ്സമുള്ള വ്യക്തികളെ അവർക്ക് ശ്വാസം ചിലപ്പോൾ ഓക്സിജൻ കപ്പാസിറ്റി ഏൺ ചെയ്യാൻ, അവർക്ക് ശ്വസിച്ചെടുക്കാനായിട്ടൊന്നും സാധ്യത. ചിലപ്പോൾ കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാം, ശ്വാസോച്ഛ്വാസമാണ് ജീവന്റെ നിലനിൽക്കുന്ന പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഒരു ചില എന്തെങ്കിലും ഇതിപ്പോ അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ട്യൂബൊക്കെ വേണം. അപ്പൊ ആ ട്യൂബ് എല്ലാം കൃത്യമായ പൊസിഷനിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അതല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക, അവർക്ക് ചുമ വരും. അപ്പൊ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് ഈ വ്യക്തിക്ക് ശ്വാസത്തിന്റെ ആ ഒരു ഓക്സിജന്റെ ആ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ട്യൂബിന്റെ ആവശ്യകതയുള്ള ഒരു പേഷ്യന്റാണ്. നമ്മൾ പറഞ്ഞു പേഷ്യന്റിനെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറിയിലാണ് തരംതിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ട്യൂബ് ഘടിപ്പിച്ച് വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യേണ്ട പേഷ്യന്റ് ആണെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. with a cup which should be fixed properly after verifying the exact position. അതെന്തായിരിക്കണം, കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കണം ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. Some patients need a properly placed nasogastric tube in order to prevent the aspiration of gastric contents during test. അതായത് ചില പേഷ്യൻസിന് എന്താണ്, അവർക്ക് ട്യൂബ് വഴിയാണ് ഭക്ഷണം മെഡിസിൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ചികിത്സിച്ചപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ്, ഈ ട്യൂബ് റൈസ് ട്യൂബ് എന്നൊക്കെ നമ്മൾ പറയും, ഫീഡിംഗ് ട്യൂബ് എന്ന് പറയുന്നത്, അതൊക്കെയാണ് നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത്. അതുവഴിയാണ് ഈ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ്, ഇത്തരം ട്യൂബുകൾ കൂടി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതെ, അത് മാറ്റിയിട്ട് പെട്ടെന്ന് കൊണ്ടുപോയാണ് ചെയ്യാറില്ല. ചിലപ്പോ ടൈമിനുള്ളിൽ ഇത്ര ടൈമിനുള്ളിൽ ഇതിന്റെ മെഡിസിൻസ് ഒക്കെ ഇതിൽ കൂടി ആയിരിക്കും കൊടുക്കേണ്ടതൊക്കെ വരും. അപ്പൊ അത് കെയർഫുള്ളി ആയിട്ട് അത് കൃത്യമായിട്ട് തന്നെ അവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. The cervical spine stabilization may be needed in some trauma patients. നമുക്കറിയാം ചില കഴുത്ത് താട്ടലും കൂടി അവരുടെ ഇതൊന്നും അനക്കാൻ പറ്റാത്ത ചില തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നല്ലോ.
അപ്പൊ അതെല്ലാം അവരോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം തന്നെ അതും അവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ഇതാണ് എയർവേന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിചാരിക്കും എയർവേ എന്ന് പറഞ്ഞപ്പോ വിമാനമാർഗമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല. ഇത് ഇതിലെ എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിന്റെ സഞ്ചാരപഥം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ, അതായത് സാധാരണ രീതിയിൽ ഇവർക്ക് ശ്വാസോച്ഛ്വാസം നിലനിർത്താൻ വേണ്ടിയിട്ടും ഇവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും സ്റ്റേബിൾ ആയിട്ട് ഇവർക്ക് എന്താണോ ഇവർ അക്കമ്പനി ചെയ്തിരിക്കുന്നത് അതും നെക്സ്റ്റ് പ്ലേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഈ പോയിന്റ് വിവരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? എയർവേ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയേണ്ടത് വരുമോ? ദ പേഷ്യൻസ് വിത്ത് ദ പോസിബിലിറ്റി ഓഫ് എയർവേ. ഓക്കെ, എയർവേ കംപ്രൈസിംഗ് ദ കോസ് ഓഫ് ട്രാൻസ്ഫർ ഷുഡ് ബി എലക്ടീവ്ലി എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണോ യൂസ് ചെയ്ത് അത് ഒന്നും കൂടി, അതായത് എന്ത് ചികിത്സാ രീതിയിൽ, നിലവിലുള്ള ചികിത്സാ രീതിയിൽ ആ ചികിത്സയ്ക്ക് ഒപ്പം എന്തെങ്കിലും പ്രത്യേകമായ എക്യുപ്മെന്റ്സ് ഇവരോടൊപ്പം ഉണ്ട് എങ്കിൽ അതും കൃത്യമായിട്ട് തന്നെ കൃത്യമായ പൊസിഷനിൽ തന്നെയാണ് യൂസ് ചെയ്തതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കും. വ്യത്യസ്ത പേഷ്യൻസിന് വ്യത്യസ്ത അസുഖങ്ങൾ വ്യത്യസ്ത എക്യുപ്മെന്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഇവരോടൊപ്പം കൊണ്ടുപോകേണ്ടതുണ്ട് എങ്കിൽ ഡോക്ടർക്ക് അത് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവരോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊണ്ടുപോയിരിക്കുന്നതാണ്. നെക്സ്റ്റ് ബ്രീത്തിങ് നോക്കാം. The ventilation should be successfully regulated with the optimization of the arterial blood gas values in the suspected pneumonia. Chest drain should be installed before transfer, especially before air transport. അതായത് ഇത് നിങ്ങൾ നോക്കുക, ഇതില് എയർ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ വിമാനമാർഗം കൊണ്ടുപോകുമ്പോൾ ഈ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയണത് പെട്ടെന്ന് ഒരു ചെസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരാനായിട്ട് അല്ലെ, ഒരു പെട്ടെന്നൊരു വേദന വരാനോ അല്ലെങ്കിൽ എയർ കറക്റ്റ് ആയിട്ട് നമ്മുടെ വായു കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിലനിർത്താനായിട്ടൊന്നും സാധിക്കില്ല. അപ്പൊ അതിന്റെ ആ ഒരു ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് രീതിയിൽ എയർഫ്രൈ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് എന്ന് പറയുന്നത് APG വാല്യൂ എന്നുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനമുണ്ട്. അത് വെച്ച് അത് ഉപയോഗിച്ചിട്ടാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത്. ഇതിലേക്കുള്ള വെന്റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്യുപ്മെന്റ് ഈ രോഗിയോടൊപ്പം വേണമെങ്കിൽ അത് കൃത്യമായിട്ട് ഇവരോടൊപ്പം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതായത് the ventilation should be sufficiently regulated with the optimization of the arterial blood gas values in the suspected pneumonia chest. ആ ഒരു മീനിങ്ങിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട, അത് അതിന്റെ പാത്തി എന്നൊക്കെ പറയില്ല, ആ ഒരു ശ്വാസം എടുക്കുന്ന ഒരു നാളം എന്നൊക്കെ പറയില്ലേ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ മെഷീൻസ് എല്ലാം ഇവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രാൻസ്പോർട്ടോടൊപ്പം അത് നിലനിർത്തണം. എസ്പെഷ്യലി ബിഫോർ എയർ ട്രാൻസ്പോർട്ട്, പ്രത്യേകമായിട്ട് എയർ ട്രാൻസ്പോർട്ട് നടത്തുമ്പോൾ അത് കൃത്യമായി തന്നെ യൂസ് ചെയ്യണം. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളൊന്നല്ല ഇത് ഫിറ്റ് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ ചെയ്ത് നമുക്ക് അതായത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇന്ന ചിലപ്പോൾ മെഷീൻസ് ഒക്കെ കൊണ്ടുപോകും. അതായത് അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഇവരോടൊപ്പം ഉണ്ടായിരിക്കും. അത് പ്രോപ്പർലി തന്നെ ഉണ്ടോ, ഈ രോഗിക്കൊപ്പം ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യാം. സർക്കുലേഷൻ എന്നുള്ള ഒരു ലേബറിലേക്ക് വരുമ്പോൾ എന്താണ്, ദ പേഷ്യൻസ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 wide bore intravenous working canals in place before shifting external hemorrhage. If any, should be regulated, control, and any shock should be treated with the intravenous fluid and or vasopressors. അതായത് നമുക്കറിയാം അല്ലെ, നമ്മള് ട്രിപ്പൊക്കെ കൊടുക്കുമ്പോ അല്ലെ ഒരു വെയിനിൽ കൂടെയാണ് സാധാരണ ഗ്ലൂക്കോസ് ഭയങ്കര അവശതയിൽ ഒരു രോഗി വന്നേക്കാണ്. അപ്പൊ ആ വ്യക്തിക്ക് ട്രിപ്പ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ട്രിപ്പ് കൊടുത്തിട്ട് മെയിൻ രോഗിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ട്രിപ്പിന്റെ ഒപ്പം ചിലപ്പോൾ മെഡിസിൻ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഈ മെഡിസിൻ കൊടുക്കുന്ന ടൈമിലും ഈ രോഗിക്ക് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറയാ റിലേറ്റീവ്സിൽ വെച്ച് ഡിസൈഡ് ചെയ്യും, നിങ്ങൾ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, ഈ വ്യക്തിയെ ഈ പേഷ്യന്റിനെ പെട്ടെന്ന് വേറെ പ്ലേസിൽ കൊണ്ടുപോകണമെന്ന് പറയും. അപ്പൊ ഇവര് എന്താണ് അവര് ഉപയോഗിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനുവൽസ് എന്ന് വെച്ചാൽ ട്രിപ്പ് കയറ്റാനുള്ള കാനുവൽസ് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞരമ്പിലൂടെയാണ് കയറ്റുന്നത്.
അതാണ് ഈ വാസോപ്രസസ് എന്നൊക്കെ പറഞ്ഞത്. അതായത് അവര് ഞരമ്പിലൂടെയാണ് എന്ത് ഈ കാനൽസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഷിഫ്റ്റിന്റെ സമയത്ത് എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസ്രാവം അല്ലെ, നമുക്ക് കറക്റ്റ് ഞരമ്പ് നമുക്ക് തന്നെ അറിയാം, ഗ്ലൂക്കോസ് കയറി തീരുന്ന കഴിയുമ്പോൾ എന്താ കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ തിരിച്ച് റിജക്ട് ചെയ്ത് വരുന്ന എന്താ ബ്ലഡ് ആണ്. അപ്പൊ ആ ഞരമ്പിലൂടെ ബ്ലഡ് തിരിച്ച് ഇത് ചെയ്യും. അപ്പൊ എക്സ്റ്റേണൽ ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും രക്തസ്രാവം, രക്തസ്രാവമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുറത്തുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ ഷുഡ് ബി റെഗുലേറ്റഡ് കൺട്രോൾ, അത് കൺട്രോൾ ചെയ്യാം കൃത്യമായിട്ട്. അത് എന്താ പറയുക, കാനൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് കൃത്യമായി കൺട്രോൾ ചെയ്യണം. ആൻഡ് എനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ്. അതുമായി ബന്ധപ്പെട്ട ഞരമ്പിലൂടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് അല്ലെ എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കെയർഫുൾ ആയിരിക്കണം. The availability of a cross-matched blood in case ബ്ലഡിന്റെ ആവശ്യകത ഇനി ഉണ്ടാകാം, അങ്ങനെയുണ്ട് എങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡും കൂടി എനിക്ക് നമുക്ക് അറിയാം. ഓപ്പറേഷൻ ഒക്കെ കേൾക്കുമ്പോൾ പൊതുവെ പേഷ്യൻസിനോട് ആവശ്യപ്പെടുന്നതാണ് ഇതുമായി ക്രോസ് മാച്ച് ചെയ്യുന്ന ബ്ലഡ് കൈകാര്യം ചെയ്യണമെന്നോട് എടുത്തു വയ്ക്കണമെന്നോട് അല്ലെ. അത് തന്നെയാ പറയുന്നത്. അവൈലബിലിറ്റി ഓഫ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് മേ ബി നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് ഈ ഇങ്ങനെ എന്തെങ്കിലും ക്രോസ് മാച്ച്ഡ് ബ്ലഡ് ആവശ്യകതയുണ്ടെങ്കിലോ എന്നോർത്ത് അതും കൂടി എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് സർക്കുലേഷൻ എന്ന കാറ്റഗറി ഇത് പറയുന്നത്. സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ ഇതേമാതിരി അതായത് ഈ ട്യൂബിട്ട് ഭക്ഷണം കൊടുക്കുകയോ ഇത് കൊടുക്കുകയോ അല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് എന്താണ്, ഈ ഞരമ്പിലൂടെയാണ് ഈ ഗ്ലൂക്കോസ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുട്ടികൾ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും കൊണ്ടുപോകണം. അതില് എന്തെങ്കിലും ഹെമറേജ്, ഹെമറേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിരിക്കണം. ഒപ്പം ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ആവശ്യകതയുണ്ടെങ്കിൽ അതനുസരിച്ച് കീപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അതായത് എന്തെങ്കിലും ഡിസബിലിറ്റി ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് വെച്ച് നോക്കാം. പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി ഷുഡ് ഹാവ് ദെയർ ഗ്ലാസ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം ആലോചിക്കുക, ഒരു ആക്സിഡന്റ്, നമ്മൾ ആരെങ്കിലും ആക്സിഡന്റിന് പറ്റുന്ന ഒരു പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ അവർക്ക് ഹെഡ് ഇഞ്ചുറീസ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഗ്ലാസ്കോ കോമ സ്കെയിലിലേക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അബോധാവസ്ഥയിലേക്കൊക്കെ ആവുന്ന ഒരു അവസ്ഥയാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ എന്നൊക്കെ പറയുന്നത്. അത് ആഡിക്വേറ്റ്ലി മോണിറ്റേഡ് ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും അവര് പറയുന്നത് ഇന്ന ഹോസ്പിറ്റലിലേക്കുള്ള സൗകര്യം ഇല്ല, നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഇന്ന ഫെസിലിറ്റീസ് ഉണ്ടോ. അപ്പൊ ആ ടൈമിൽ എന്താണ്, ഗ്ലാസ്കോ കോമ സ്കെയിലുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യും. റെക്കോർഡഡ് ഇൻ ഡോക്യുമെന്റ് ബിഫോർ ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ബിഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി സെഡേറ്റീവ് പാരലൈറ്റിക് ഏജിയല്ല എന്ന് വെച്ചാൽ അന്തർവാദം എന്തെങ്കിലും പക്ഷാഘാതം എന്നൊക്കെ പറയുന്നത്. അതുമായി രീതിയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മോണിറ്റർ ചെയ്യുന്നതുമായി ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇത് എന്താണ് ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജി, അതായത് ഞരമ്പുകളുടെ വീക്കം അല്ലെ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ 4 കാറ്റഗറി ചെയ്ത് ഒരു പേഷ്യന്റിനെ നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുക ശ്രദ്ധിക്കുകയാണ്. അതായത് എയർവേയുമായി ബന്ധപ്പെട്ട് അത് എന്തെങ്കിലും ട്യൂബുകളൊക്കെ ആയിരിക്കും, ആ ട്യൂബുകളൊക്കെ വെച്ചിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് മസ്റ്റായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് പറയുന്നത്. രണ്ടാമത് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ടില് അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് എന്ന് പറയുന്നത് എന്താണ് ലാസ്റ്റ് അല്ലെ, നമ്മള് ലാസ്റ്റ് പോയിന്റിലാണ് പറഞ്ഞത്. അത് പക്ഷാഘാതം എന്നാണ് അതിന്റെ മീനിങ് മലയാളത്തിൽ പറയുന്നത്. പക്ഷാഘാതം സംഭവിക്കുന്ന വ്യക്തികൾ എന്നൊക്കെ പറയുന്നത് അതാണ് അതിന് പറയുന്നത്. അപ്പൊ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓക്കെ ആണോ? ചോദിച്ച മീനിങ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല, അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിലെന്താ നമ്മളിപ്പോ അവസാനം പറഞ്ഞു നിർത്തിയത്, എയർവേയും ബ്രീത്തിങ്, സർക്കുലേഷനും ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന രീതിയിൽ പേഷ്യന്റിനെ മാറ്റിയിട്ട് അവരുമായി ബന്ധപ്പെട്ട കുറച്ച് എക്യുപ്മെന്റ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതായത് നമ്മൾ അറിഞ്ഞിരിക്കുക, ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളുടെ ഒപ്പം ചില എക്യുപ്മെന്റ്സ് കൂടി യൂസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതൊക്കെ ആയിട്ട് വരും.
അത് കൃത്യമായിട്ട് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതോടൊപ്പം കൊണ്ടുപോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എങ്കിൽ മാത്രമേ ഇതെന്താ സംഭവം, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ രോഗി പെട്ടെന്ന് ഡൗൺ ആയി പോകരുതെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഇത്തരം സാധനങ്ങളും കൂടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരോടൊപ്പം ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ്. നമുക്ക് എടുക്കാലോ, കണ്ടിന്യൂ ചെയ്യാലോ. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇവിടെ വരെ മതി, നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടെന്ന്. ഇവിടെ വരെ നിർത്തട്ടെ. ഒന്ന് ഇതുവരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. നെക്സ്റ്റ് ടൈമിൽ എന്നാ അടുത്ത് പഠിക്കും. 10 മിനിറ്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതി എടുത്തേക്കാം. ഇതുവരെ ഓക്കെ ആണോ? ഒന്നുകൂടി പറയുന്നത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ ആഡിക്കേറ്റീവ് മോണിറ്റർ. പ്രശ്നം പെട്ടെന്ന് ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം വ്യക്തിയെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും കോമ സ്റ്റേജിലേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് താഴെ ഇതിനെ കുറച്ചും കൂടി മനസ്സിലാവും. അതായത് ഇതും ഞാൻ ഒന്നിച്ച് പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അതായത് ഇതിവിടെ പറയുന്നുണ്ട് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഈ ട്രാൻസ്പോർട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, MICU, അതായത് മൂപ്പിലെ അത് കൂടുതൽ സൗകര്യത്തോടും കൂടിയിട്ട് എന്താണ് പറയുന്നത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു ആംബുലൻസ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള സൗകര്യമുള്ള ആംബുലൻസിലൊക്കെ ഇതൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള മെഷീൻസ് ഒക്കെ ഉണ്ടോ? അപ്പൊ അതാണ് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിസബിൾഡ് പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത് ഈ കാറ്റഗറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആംബുലൻസിലായിരിക്കും. ഈ ആംബുലൻസ് നിങ്ങൾക്ക് ആംബുലൻസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ചാപ്റ്റർ കേട്ടോ, അതില് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇത് തന്നെ ഞാൻ പറയുന്നത്, അതായത് ഇത് നിങ്ങൾക്ക് ഈ CS എന്നൊക്കെ പറയുന്നത് ഒരു സംഭവം ഇതിങ്ങനെ കൈപിടിക്കാവുന്ന ഒരു മെഷീനൊക്കെയാണോന്നായിരിക്കും നമ്മുടെ ഒരു ഡൗട്ട്. അതെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനത്തെയുള്ള പേഷ്യൻസിന് ഇത്തരത്തിലുള്ള ആംബുലൻസ് ഫെസിലിറ്റിയോടും കൂടിയിട്ടുള്ള ആംബുലൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ അവര് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഇതിന്റെ കൃത്യമായിട്ട് മോണിറ്റർ ഈ വ്യക്തിയുടെ തലയിലെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അത് രേഖപ്പെടുത്തുന്ന മെഷീൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉള്ള ഇതിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠം ഈ ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ആയിട്ട് പഠിക്കാതെ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റില്ല. സോ ഇന്നൊരു ഡൗട്ട്, ഈ ഡിസബിലിറ്റി അതില്ലേ സ്റ്റാറ്റസ്, അത് ഈ ഇതിലുള്ള ഇല്ലാത്ത പോയിന്റ് അല്ലാതെ ഇങ്ങനെ ജനറൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരോ? ഡിസബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അറിയാലോ, എന്തെങ്കിലും പേഷ്യൻസിന്റെ എന്തെങ്കിലും അവയവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ലെ പ്രോബ്ലംസ് സംഭവിക്കുന്നു, അതാണ് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് ഈ വ്യക്തിയെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഈ വ്യക്തിക്ക് ആവശ്യമായിട്ട് ഏത് അവയവത്തിനാണ് ഈ വ്യക്തിക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് സംഭവിച്ചിരിക്കുന്നത്, തലയിലെ ഞരമ്പുകൾക്കാണോ എന്താണെന്നുള്ളത്, ഏതിനാണ് ഡിസബിലിറ്റി ആയേക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് അത് മോണിറ്റർ ചെയ്യുന്ന ഒരു മെഷീൻസ് കൂടി ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേഷൻ ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ താഴെ പറയുന്ന ഈ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ ചില മെഷീൻസ് കൂടി ചിലത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെഷീൻസും കൂടി ഘടിപ്പിച്ച് ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. നമുക്ക് അറിയില്ല ഈ പേഷ്യന്റ് ഏത് സ്റ്റേജിലുള്ളതാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഭയങ്കര കോമ സ്റ്റേജിൽ അല്ലെ, അവിടെ അത്രയും വീക്കായ ഒരു പേഷ്യന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഡിസബിലിറ്റി ഫോർ എ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഞരമ്പുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പെട്ടെന്ന് കേട്ടോ എവിടെയാണ് ഇഞ്ചുറി സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ, ആ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര വളരെ വീക്കായ ഒരു വ്യക്തിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. TT എന്ന് പറയുന്നത് കണ്ടില്ല ഞാൻ എവിടെയാണ് ഈ TT. ഓക്കെ, അത് ഫസ്റ്റ് വൺ പോയിന്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിന്റെ ആ ഒരു ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു മതിയായ ഒരു ഇത് ആവശ്യമാണ് ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത്. ഇത്രയും അല്ലെ, ഓക്സിജന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മതിയായ കൈമാറ്റം ആവശ്യമാണ്. നമുക്ക് ശരീരത്തിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കുന്നതോടൊപ്പം പുറത്തേക്ക് ഇത്ര പെർസെന്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളേണ്ടതായിട്ടും വരും. അത് കൃത്യമായിട്ടുള്ള നടക്കണമെങ്കിൽ ആ ശ്വസന നാളത്തിലേക്ക് അത് കൃത്യമായി തന്നെ പോകുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഘടിപ്പിക്കുന്ന ഒരു ട്യൂബാണ് എന്ത് എൻഡോട്രാക്കിയൽ ട്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ജീവൻ നിലനിൽക്കാൻ ഒരു ഓക്സിജൻ നമ്മൾ സ്വീകരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ആ ട്യൂബിന്റെ പ്രത്യേകത. ഓരോ അവയവങ്ങൾക്കും അതിനനുസരിച്ചല്ലേ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരുപാട് സ്പെഷ്യലൈസ് ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് കുറെ ഇന്നോവേഷൻ അനുസരിച്ച് കുറെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇതെല്ലാം ഈ രോഗിയോടൊപ്പം തന്നെ കൊണ്ടുപോയിട്ടായിരിക്കും നെക്സ്റ്റ് ഹോസ്പിറ്റൽ നെക്സ്റ്റ് പ്ലേസിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് ഇതിൽ നമ്മൾ പറഞ്ഞത് ഡിസബിലിറ്റി ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണോ? ലാസ്റ്റ് ചോദിച്ച വ്യക്തിക്ക് എന്താണ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അത് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ടായിരിക്കും വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്ന മെഷീൻസ് ഘടിപ്പിക്കുന്ന എന്താ പറയുക ഫെസിലിറ്റി ഉള്ളതുമായി പോകണമെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ കാറ്റഗറിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു അല്ലെ? 5 മിനിറ്റും കൂടെ ഉണ്ട്, നോക്കാം. അപ്പൊ നമ്മളെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. അതില് നമ്മള് 2-3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അല്ലെ? എത്ര ക്വസ്റ്റ്യൻസ് ആയി? ഞാൻ വായിക്കാം. ഇതാണോ നിങ്ങൾ എഴുതിയേക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ? സ്റ്റാഫ് സെറ്റ് CHC ഇൻക്ലൂഡ്സ് എഴുതിയിട്ടുണ്ടോ? നോട്ട് ചെയ്യേണ്ട ഇതെടുത്താ 3 ക്വസ്റ്റ്യൻസ് എഴുതിയേക്കുന്നത്. സ്റ്റാഫ് സെറ്റ് CHC ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലല്ലോ? അതല്ല, പ്രിൻസിപ്പൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ ഫോർ സ്റ്റാഫ് സെറ്റ് CHC ഇൻക്ലൂഡ്. സ്റ്റാഫ് സെറ്റ് CHC ഇൻക്ലൂഡ്. എന്താ മാം കറക്റ്റ് കിട്ടുന്നില്ല മാം പറയുന്നത്. സ്റ്റാഫുകൾ STAFF സ്റ്റാഫ്സ് അറ്റ് CHC ഇൻക്ലൂഡ്. കിട്ടിയോ നിങ്ങൾക്ക്? SCHC ഞാനിത് എടുത്തു വെച്ചേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടേക്ക് ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്താ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റർ അല്ലെ, അതാണ് CHC. അപ്പൊ സ്റ്റാഫ്സ് അറ്റ് CHC എന്ന് ചോദിച്ചാൽ എന്താണ്? എല്ലാ തരത്തിലുള്ള അല്ലേ? ഇവിടെ എന്താണ് CHCയില് കുറെ സർവീസ് ചെയ്യുന്ന ഒരുപാട് ഇതുകളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലാണ്. അവിടെ എന്താ ക്ലർക്ക് ഉണ്ടാവും, പിന്നെ എന്താണ് ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മള് ഫ്രണ്ടില് ഇപ്പൊ സബ് സെന്ററിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം രീതികളൊന്നുമില്ല, വർക്കേഴ്സുകളൊന്നും അധികമില്ല അല്ലെ? അതേസമയം CHCയിൽ ചോദിച്ചിട്ട് താഴേക്ക് നമുക്ക് സ്റ്റാഫുകളുടെ എണ്ണത്തില് വർക്കേഴ്സും കുറെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എന്താ എക്സ്റേ ഫെസിലിറ്റി ചെയ്യുന്ന ടെക്നീഷ്യൻസും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, നമുക്കത് ആൻസർ ചെയ്യും. ഓൾ ഓഫ് ദി എബോവ് എഴുതാം. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഏത് സെന്ററിൽ ചെന്ന് ചോദിച്ചിട്ടും താഴേക്ക് സ്റ്റാഫുകളുടെ എണ്ണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിക്കണം. CHC ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള സ്റ്റാഫുകളും അവിടെ ഉണ്ടാവും. അത്യാവശ്യം ക്ലർക്കിനെ ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സുമാരാണെങ്കിലും അവിടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എഴുതിക്കോ, നോട്ട് ചെയ്തോ. A പോയിന്റ് ക്ലർക്ക്, B എന്ന് പറയുന്നത് അതെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആവുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതിന്റെ കീഴിൽ എന്താണ് A പോയിന്റ് ക്ലർക്ക് വന്നാലും B പോയിന്റ് ക്ലർക്ക് ഡോക്ടേഴ്സ് വന്നാലും C നഴ്സ് വന്നാലും എന്താ നമുക്ക് ആൻസർ കൊടുക്കാം, ഓൾ ഓഫ് ദി എബോവ് എന്ന് കൊടുക്കാം. അതേസമയം സബ് സെന്റർ വെച്ചിട്ടാണ് ഇതേ ക്വസ്റ്റ്യൻ വന്നെങ്കിൽ നമുക്ക് പറ്റില്ല, നോന്ന് തന്നെ. അതില് കൃത്യമായിട്ട് എന്താ 2 വർക്കേഴ്സ് പറയുന്നുണ്ട്. അതായത് 3 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ബാക്കി ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാഫ്സ് STAFFS സ്റ്റാഫുകൾ അറ്റ് CHC ഇൻക്ലൂഡ്.
അറ്റ് CHC ഇൻക്ലൂഡ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് A പോയിന്റിൽ പറയാണ് ക്ലർക്ക്. C പോയിന്റ് പറയാ നമുക്ക് എന്താ പറയുക സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരുള്ളൂ. പക്ഷെ സിമ്പിളിന്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയുള്ള CHC എന്നൊക്കെയുള്ള ഷോർട്ട് ഫോമിലൊക്കെ വരുമ്പോ ഇത് കൃത്യമായിട്ട് അത് എന്താ പറയുക സ്റ്റാൻഡേർഡ് ഫോമും നമുക്ക് മനസ്സിലാക്കിയാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. സ്റ്റാഫ് സെറ്റ് CHC ഇൻക്ലൂഡ് തന്നിട്ട് A പോയിന്റ് ക്ലർക്ക്, B പോയിന്റ് ഡോക്ടർ, നെക്സ്റ്റ് C എന്ന് പറയുമ്പോ ചർച്ചല്ല, സ്റ്റാഫ് ആക്ട് ചർച്ചിലല്ല ഞാൻ പറഞ്ഞത്. CHC അത് ഷോർട്ട് ഫോം ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. നിങ്ങൾക്ക് CHC തരുന്നത് നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാതിരിക്കരുത്. ഓക്കെ, പറയുന്നുണ്ട് എല്ലാവരും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അപ്പൊ സ്റ്റാഫ്സ് അറ്റ് CHC STAF സ്റ്റാഫ് അറ്റ് CHC ഇൻക്ലൂഡ് A പോയിന്റ് നമ്മൾ പറഞ്ഞു ക്ലർക്ക്, B പോയിന്റ് സ്റ്റാഫ്, B പോയിന്റ് ഡോക്ടർ, C എന്ന് പറയുന്നത് നഴ്സ്, D എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്. ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദി എബോവ്. C നഴ്സ്, D എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്. എല്ലാവരും വിടും അല്ലെ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണെങ്കിൽ എല്ലാവരും വിടുന്നുള്ളതാണ്. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ എഴുതേണ്ട ഒരു പോയിന്റ് ആണ്. ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ഇന്റഗ്രേഷൻ, ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ഇന്റഗ്രേഷൻ in health service in the rural area. Highest level of integration in health service in the rural area. Question കിട്ടിയോ? യെസ്, ആൻസർ എന്തായിരിക്കും? റൂറൽ ഏരിയ ആണെങ്കിൽ അതിന്റെ ഹയസ്റ്റ് ലെവൽ എന്തായിരിക്കും? നോ അല്ല, അതിന്റെ ഹയസ്റ്റ് ലെവല് ആൻസർ ആരെങ്കിലും ടൈപ്പ് ചെയ്യൂ. റൂറൽ ഏരിയ CHC. എന്തുകൊണ്ടാ ഏറ്റവും ടോപ്പിലുള്ളത് CHC ആണ്, അതിന്റെ താഴെയാണ് PHC വരെ, അതിന്റെ ലാസ്റ്റ് ഏറ്റവും ബിലോയാണ് സബ് സെന്റർ വരെ. അത് ശ്രദ്ധിക്കുക. നമ്മള് മൊത്തത്തിൽ സെൻട്രലായിട്ട് വരുമ്പോൾ നമ്മൾ കണ്ടോ, ആ ഡയഗ്രത്തിൽ കണ്ടോ, ഏറ്റവും ടോപ്പില് നാഷണൽ ലെവലാണ് വരിക, അല്ലെങ്കിൽ സെന്റർ എന്ന് പറഞ്ഞ് ആൻസർ ചെയ്തിട്ട് വരും. അതേസമയം റൂറൽ ഏരിയന്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് CHC ആണ്, ഏറ്റവും താഴെയാണ് സബ് സെന്റർ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യനും കൂടി എഴുതിയത്. ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ഇൻ ഹെൽത്ത് സർവീസ് ഇൻ ദി റൂറൽ ഏരിയ. കിട്ടിയോ? CHC ആണ് ആൻസർ. ഓക്കെ, സമയം ഏതാണ്ട് കഴിഞ്ഞു അല്ലേ? എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത്തിരി സമയം എടുക്കുന്നുണ്ട്, എനിക്കറിയാം അത്. പക്ഷെ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോ 2 ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ? ഹൗ മെനി ബെഡ്സ് ആർ there in PHC? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ഇത്. ഹൗ മെനി ബെഡ്സ് ആർ there in PHC? നിങ്ങൾ ഈ പാരഗ്രാഫ് എന്തായാലും ഒന്ന് മസ്റ്റ് ആയിട്ട് നോക്കി പോകണം കേട്ടോ. പല പല കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചു കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 3 പാരഗ്രാഫും നിങ്ങളൊട്ടും കളയണ്ട. അതിലെ നമ്പേഴ്സും എന്താ പറയുക ഫുൾ ഫോമും ബെഡുകളും എല്ലാ കാര്യങ്ങളും അതിന്റെ ടോപ്പ് ലെവൽ ഏതാന്നൊക്കെ ഉള്ളതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, 4 to 6 ആണ് അതില്. ഓക്കെ, 5 തന്നെ നമുക്ക് 5, 3, 6, 9 എന്നുള്ള ലെവലിൽ വന്ന 5 തന്നെ കൊടുക്കാം. ഹൗ മെനി ബെഡ്സ് ആർ there in PHC for indoor patient? How many beds are there in PHC for indoor patient? 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതിന് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ.
ഓക്കെ ബൈ. കേലേ ക്ലിയർ ആയില്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും ഓക്കെ തന്നെ പറയുന്നുണ്ട്. മിസ്സേ, പറഞ്ഞോളൂ. ഹലോ മിസ്സേ, ആ, മിസ്സേ ഒരു കാര്യം പറഞ്ഞോട്ടെ മിസ്സേ. കേൾക്കുന്നില്ല. മിസ്സേ ക്ലിയർ ആവുന്നില്ല. സ്പീഡ് കുറച്ച് പറയാമോ? ഓക്കെ, ഞാൻ പരമാവധി നോക്കാം കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ടൈമിൽ ഞാൻ ശ്രദ്ധിക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് പരമാവധി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലായി പോകുന്നുണ്ടെന്നാണ്. ബാക്കി എല്ലാവരും അങ്ങനെ പറയുന്നില്ല. ഇനി പക്ഷെ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്ന ആയതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ചില ഇത് പാരഗ്രാഫുകളൊന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഹലോ, നീ നിങ്ങൾക്ക് മാത്രമാണെന്നല്ല, ഞാൻ എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് ഇതാണ്. പക്ഷെ ഒത്തിരി സ്പീഡിൽ ഇത്രയും സ്പീഡിൽ ഇങ്ങനെ പോകേണ്ടതുള്ളത് കൊണ്ടാണ്. എനിക്ക് മനസ്സിലാവും. പോഷൻ പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, 1 മണിക്കൂർ നിങ്ങൾ ഇരുന്നിട്ട് എന്താ പറയുക 2 പേജെങ്കിലും കവർ ചെയ്ത് പോയില്ലെങ്കിൽ മിനിമം ഞാൻ 2 പേജാണ് എടുക്കുന്നത് മിക്കവാറും. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് തന്നെയാ പോണത്. മറ്റുള്ളവരുടെയും കൂടി അഭിപ്രായം അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. സ്പീഡ് ആവുന്നുണ്ട് മാം. സ്പീഡ് ഉണ്ട് മാം. ക്ലാസ് സ്പീഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? 1 പേജ് കൊണ്ട് കവർ ചെയ്ത് പോകാനാണോ? ഞാനിപ്പോ ഇന്നെടുത്തത് 2 പേജാണ്. മിസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്പീഡിൽ പോയാലും കുഴപ്പമില്ല, പക്ഷെ അങ്ങോട്ട് ചില ടേംസുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ചിലപ്പോ എന്റെ മാത്രം മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. ഞാൻ പറയുവാണ് ചെയ്തത്. എന്റെ ഒരു സൈഡിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞതാണ്. ഞാനിപ്പോ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ തീരുന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ 6 മന്ത് കോഴ്സില് ഒരു 35 PDF എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളാണ്. നെക്സ്റ്റ് 3rd മൊഡ്യൂൾ ഉണ്ട്, 4th മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എങ്ങനെ കവർ ചെയ്ത് തീർക്കും? ഞാൻ ശരിക്കും 1 പേജ് മാക്സിമം ഒരു 2 പേജസ് ആണ്. ഇന്ന് ഈ ദിവസങ്ങളിലാണെങ്കിൽ ഇത്തിരി സ്പീഡായിട്ട് തോന്നിയത്, അതായത് 2 ക്ലാസ് മിസ് ആയത് കൊണ്ടാണ്. പക്ഷേ എനിവേ ബാക്കി ഞാൻ 2 പേജ് തന്നെയാണ് എപ്പോഴും പോകുന്നത്. എല്ലാവരും നിങ്ങൾ നോക്കാം. നെക്സ്റ്റ് ടൈമിൽ ഞാൻ ഇച്ചിരി കൂടി നോക്കാം, പരമാവധി സ്ലോ ഇങ്ങനെ സ്പീഡ് കുറച്ചിട്ട്. അതായത് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് വിവരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവം, ഓരോ പേജേ നമുക്ക് കവർ ചെയ്താൻ സാധിക്കുള്ളൂ. നോക്കാം. എന്തായാലും നെക്സ്റ്റ് ടൈമിൽ അത് ആദ്യമായിട്ട് കേൾക്കുന്നോണ്ടായിരിക്കും മിസ് അങ്ങനെ ചില വാക്കുകൾ കറക്റ്റ് ആവാത്ത. ഇപ്പൊ എനിക്കൊന്നും അങ്ങനെ പ്രശ്നമില്ല. അല്ല, എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും. ഫസ്റ്റ് ടൈം കേൾക്കുന്നോണ്ടൊക്കെ ആയിരിക്കും. ഞാൻ വീണ്ടും എങ്ങനെ കുറച്ചും കൂടി റെക്കോർഡ് ക്ലാസ് ഉണ്ടാവില്ലേ, നിങ്ങൾ അത് കേട്ട് നോക്കും. അപ്പൊ മറ്റു വ്യക്തികൾക്കും ഇത് ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് ഒത്തിരി കൂടി വിവരിച്ച് പറയുമ്പോൾ അവർക്ക് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അത് അറിയാവുന്ന കാര്യമല്ലേ എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരും. നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സും കൂടി കേട്ടാൽ ക്ലിയർ ആകുമെന്ന് നോക്കും. എന്തായാലും ഞാനും ഒന്നുകൂടി വിവരിച്ച് നോക്കാം. ഈ ടൈമിനുള്ളിൽ 2 പേജെങ്കിലും എടുത്തിട്ടുള്ളിൽ ലാബറേറ്റ് ചെയ്ത് വരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ടൈമിൽ കാണാം. ഓക്കെ, ബൈ.